ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താണ് എന്താണ് വിശേഷം? എല്ലാരും അടിപൊളിയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ആ, സൂപ്പർ. ഓക്കെ. അടിപൊളി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ അങ്ങോട്ട് തുടങ്ങാം. മനോഹരമായിട്ടുള്ള ഈ ഒരു സെഷനും ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തൊന്ന് വന്നു. അപ്പൊ എല്ലാ ദിവസങ്ങളും നമ്മൾ പുതിയ ഓരോ അറിവുകളുമായിട്ട് മുന്നോട്ട് പോവാറുണ്ട്. അപ്പൊ അത് ജീവിതത്തിൽ മാക്സിമം എല്ലാവരും ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാധാരണ ഞാൻ മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അതിൽ. നമ്മൾ സാധാരണ നമുക്കറിയാം, ഫ്ലവേഴ്സ് ആയിട്ടുള്ള റോസും താമരയും മനോഹരമായിട്ടുള്ള ഒരു പുഷ്പങ്ങളാണ്, നമുക്കറിയാം. എന്നാൽ ഒരു റോസ് ഫ്ലവർ വെക്കേണ്ട സ്ഥലത്ത് താമര വെക്കാൻ പറ്റില്ല. അതേ സമയത്ത് താമര വെക്കേണ്ട സ്ഥാനത്ത് അതിലെ റോസും വെക്കാൻ പറ്റില്ല. അത് രണ്ടും മഹത്തരമായിട്ടുള്ള സ്പേസ് ആണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ റോളുകൾ നമ്മളൊക്കെ നിർവഹിക്കുന്ന ആളുകളാണ്. അത് നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ കഴിയണം. നമ്മളിപ്പോ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിക്ക് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. കാരണം ചില സമയത്ത് നമുക്ക് ഒരുപാട് ചില മിസ്റ്റേക്കുകൾ പറ്റാം. എന്നാലും അത് നമ്മുടെ ജീവിതത്തിന് ഭാഗവാക്ക് ആക്കി കൊണ്ടുപോവുക തന്നെ വേണം. നമുക്ക് അതിലൂടെ നമ്മുടെ സ്നേഹവും സാന്നിധ്യവും ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തന്നെ നമ്മൾ ഉണ്ടാവണം. കുടുംബത്തിലായാലും കുട്ടികൾക്കിടയിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പോലും നമ്മൾ ആ പ്രയോറിറ്റി നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണുക തന്നെ വേണം. നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവണം. നമുക്ക് പകരം വെക്കാൻ മറ്റൊന്നും കൊണ്ടും ആകില്ല. അതിപ്പോ അതേപോലെ തന്നെ പകരം വെച്ചാച്ചപ്പോ അത് അപൂർണവുമായിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ പകരം വെക്കാൻ നമുക്ക് പല സാഹചര്യം കഴിയാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നമ്മളെ ബാധിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പ്രോബ്ലം പീസ് ഓഫ് മൈൻഡ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫാസി മാം ആണ്. അദ്ദേഹം മാമിന് ഒരുപാട് വളരെ സന്തോഷങ്ങൾ നേരുന്നു ഈ ഒരു ടോപ്പിക്കിലേക്കുമായിട്ട് വന്നിട്ടത്. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ വരുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. പ്രശ്നം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ പഠിക്കാറുണ്ട്, സി ബി ടിയിലൊക്കെ സിറ്റുവേഷൻ ഒക്കെ. ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ വരും. സിറ്റുവേഷൻ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോ എനിവേ, ഈ ഒരു ടോപ്പിക്കുമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള കാസിമിനെ വളരെ സന്തോഷത്തോടെ ഹാർദവമായിട്ട് ഈ ഒരു സെഷനിലേക്ക് സീരീസ് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. അപ്പോ നമ്മുടെ ടോപ്പിക്കില് നല്ലൊരു ഇൻട്രോ തന്നതിന് ഗ്രേറ്റ് താങ്ക്സ്. ഓക്കെ. താങ്ക് യു. അപ്പോ നമ്മള് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമെങ്കിലും മുന്നിലിട്ട് നേരിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും മിക്ക ആളുകളും. എല്ലാവരുടെ എന്തെങ്കിലും ഒരു ജോബ് ആണെങ്കിലോ അല്ലെങ്കിൽ ഹെൽത്തിന്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ എക്കണോമിക്കലി ഫാമിലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ താളം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉം. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രശ്നങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ലൈഫ് കംപ്ലീറ്റ് ആവുന്നത് തന്നെ. നമ്മള് നമുക്കറിയാം, തിരമാലകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മള് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലത്തെയാണ് നമ്മുടെ ലൈഫും. ഒരു പ്രശ്നം ഇങ്ങനെ വരും, അതിന് അവസാനിക്കും, അടുത്ത പ്രശ്നം വരും, അത് അവസാനിക്കും. അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ പ്രശ്നമല്ല നമ്മളുടെ ഒരു പ്രോബ്ലം. ഒരു ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. ഉം. പക്ഷെ ഈ പ്രശ്നം, ഒരു പ്രോബ്ലം നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ആ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു, ആ പ്രോബ്ലം കാരണം നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന കാര്യം. ഇപ്പം ഏറ്റവും ഏറ്റവും എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് ഇപ്പാണ് കഴിയും. പക്ഷെ പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പ്രശ്നം അല്ലെ കഴിഞ്ഞു പോയതും, അല്ലെങ്കിൽ ആ പ്രശ്നം കൊണ്ട് ഇനി വരാനിരിക്കുന്നതും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ തോട്ട്സ്. നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു, അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ഓക്കെ. അപ്പൊ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? മൈൻഡ് കാമായിട്ട് നിർത്താൻ പറ്റണം. അവിടെയാണ് നമ്മളുടെ സക്സസ്. ഇപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ഓരോ പ്രോബ്ലംസും അതിനോടുള്ള റെസ്പോൺസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ലൈഫ് കംപ്ലീറ്റ് ആവുന്നത്.
ഇപ്പം പ്രശ്നം ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാ. ഓരോ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ നമ്മളായിട്ട് മാറുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ഓരോ സ്കില്ലും പുറത്തു വരുന്നു. അതിലൂടെ നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മള് അത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ കുറെ സ്ട്രോങ് ആവുന്നു. അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങള് നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതിന് ഒരുപാട് പോസിറ്റീവ് പാർട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ പോസിറ്റീവ് പാർട്ട് അല്ല കാണുന്നത്. ഈ ഒരു പ്രോബ്ലം വന്നു, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുക. അത് വരണ്ടില്ലായിരുന്നു, അങ്ങനെ വന്നല്ലോ, എനിക്ക് എന്തേ ഇപ്പൊ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ആകെ കൂടെ എന്താവുന്നത്, നമ്മൾ ഇല്ലാണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലം ഒരു പ്രശ്നക്കാരനാവുന്നത്. അപ്പോ നമ്മളെപ്പോഴും എന്ത് ചെയ്യണേ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെന്ത് ചെയ്യണം? മൈൻഡ് കാമാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ വരാം, നമ്മൾ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാം, അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, എനിക്ക് മാത്രം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രശ്നത്തെ കുറിച്ചുള്ള ഓവർ തിങ്കിങ്, അപ്പോൾ ആ പ്രോബ്ലത്തെ കുറിച്ചുള്ള ഓവർ തിങ്കിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി അത് കാരണം നമ്മൾ മറ്റുള്ളവർ ഫേസ് ചെയ്യാനുള്ള ഫിയർ, പിന്നെ ഇനിയിപ്പോ ഇതുകൊണ്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ള ഫിയർ, അങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ കയറ്റും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഉള്ള സിറ്റുവേഷനിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മളെ ഉള്ളിൽ മൊത്തം നെഗറ്റീവ്സാ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ള സമയത്ത് തന്നെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ബിഹേവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് കാരണം നമ്മളൊരു പ്രശ്നക്കാരായിട്ട് അവിടെ മാറും. സോ നമ്മൾ എന്തൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഈ സമയവും കടന്നു പോകും എന്ന ഒരു ഉറച്ച വിശ്വാസം. എന്തായാലും ഈ സമയം കടന്ന് പുതിയ സമയം നമുക്ക് വരും, അല്ലെ? ആ ഒരു ഉറച്ച വിശ്വാസം തോട്ടിലിടുക. ഈ പ്രശ്നത്തെ കുറിച്ചുള്ള ആ ഓവർ തിങ്കിങ് പാടെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് പീസ്ഫുൾ മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമ്മളെ മൈൻഡിലുള്ളത് ഫുള്ള് നെഗറ്റീവ്സാ. നമ്മളുടെ സെൽഫിലോട്ട് നമ്മൾ കൊടുക്കുന്നതും നെഗറ്റീവ്സ് ആയിരിക്കും. സോ നമ്മൾക്ക് ഒരാളുമായിട്ട് ശരിക്കും സംസാരിക്കാനോ അദ്ദേഹം ഒരാളുമായിട്ട് ഒരു പോസിറ്റീവായിട്ട് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന വൈബ് എന്ന് പറയുന്നത്, നമ്മളുടെ അടുത്ത് ഒരാൾ 5 മിനിറ്റ് നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫുൾ നെഗറ്റീവ്സ് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ ബിഹേവിയറും കൂടെ അവിടെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ അതിന്റെ വഴിക്ക് വിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പോസിറ്റീവായിട്ട് നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചേഞ്ച് ആക്കൂല. നമ്മൾ കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് ഔട്ടറാ. കുറെ കാര്യങ്ങൾ നമ്മൾ ഔട്ട് ഓഫ് മൈൻഡിൽ പുറമേയുള്ള വേൾഡിലോട്ട് വിടാം. ഇപ്പൊ നമ്മുടെ മണി, പണം, അല്ലെ? അതൊരിക്കലും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല. ചില സമയത്ത് നമ്മളെ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോബ് ആണെങ്കിലും ചില സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ചിലപ്പം ഓഫീസിൽ ഇഷ്യൂ വരാം, അങ്ങനെ പല കാര്യങ്ങളും വരാം. അപ്പൊ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ചില സമയത്ത് നമ്മളെ ഇഷ്യൂ അതായിരിക്കും. മറ്റുള്ള ആളുകൾ നമ്മളോട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്നും ഒരിക്കലും നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാൻ പറ്റിയ കാര്യമല്ല, അല്ലെ? അവരെ നന്നാക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ഇല്ല. പക്ഷെ അതിനെ ഏത് രീതിയിൽ എടുക്കുന്നത് എന്നുള്ളതിലാണ് നമ്മുടെ പ്രശ്നം. പിന്നെന്ന് പറയാന് നമുക്ക് നമ്മുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്ക് നമ്മളെ ഔട്ടറായിട്ട് കുറെ പ്രശ്നങ്ങൾ വരാം, അല്ലെ? ജോബിലുള്ള കാര്യങ്ങൾ ഒക്കെ വരാം. അപ്പൊ ഇതൊന്നും നമ്മൾക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ തോട്ട്സ്, ഒരു പ്രശ്നത്തോട് നമ്മളുള്ള റിയാക്ഷൻസ്, അതിനെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഇന്നർ മൈൻഡിലുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കാം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുക? ഏത് പ്രോബ്ലത്തെയും നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് എടുക്കുക. സോ നമ്മുടെ ഇന്നർ മൈൻഡ് നമ്മൾ സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പുറമെ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നവും സംഭവിക്കില്ല. വി ആർ വെരി സ്ട്രോങ്. അതിങ്ങനെ ഒരു വഴിക്ക് പോകുന്നു, നമ്മൾ നമ്മളെ വഴിക്ക് തന്നെ നീങ്ങുന്നു.
അപ്പൊ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇന്നർ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡ് എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രോങ് ആയിട്ട് അവിടെ ബിൽഡ് ചെയ്ത് വെക്കുക. ഇനി ലൈഫിൽ എന്ത് നടന്നാലും ആ പ്രശ്നം അത് പോട്ടെ, അതിനി അടുത്ത വേറെ എന്തെങ്കിലും വരും, അപ്പൊ നമുക്ക് അതിലും നല്ലത് വരും, അപ്പൊ നമുക്ക് സ്വീകരിക്കാം. ദാറ്റ്സ് ആ ഒരു മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം കാണാം. സോ നമുക്ക് എന്ത് പ്രോബ്ലം വി ആർ സില്ലി മാറ്റർ. ഓക്കെ, നമുക്കൊരു ഇഷ്യൂ ഇല്ല, അത് വിട്ട് വിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഇന്നർ മൈൻഡ് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറമെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പോ അല്ലാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പുറമെയുള്ള കാര്യങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മളെ സമാധാനം പറ്റേ നഷ്ടപ്പെടുന്നത്. അപ്പൊ മറ്റുള്ള ആളുകൾ, ഇപ്പൊ നമ്മളൊരു പ്രശ്നം, ഒരാൾ നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഏതേ രീതിയിൽ വഞ്ചിച്ചു, അപ്പൊ ഇത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെന്താ അയാളുടെ കൺട്രോളിലാണ് അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും, അങ്ങനെയൊക്കെ വിചാരിക്കും. നമ്മളെന്താ, നമ്മുടെ ഒരു സമാധാനം കിടക്കുന്നത് മറ്റാളുടെ കയ്യില, വേറെ ഒരാളുടെ കയ്യില അല്ലെ. അയാൾ നൂല് വലിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. ആ ഒരു രീതിയിലാവുമ്പോഴാണ് നമ്മൾ പ്രശ്നക്കാരാവുന്നതും നമുക്ക് എല്ലാം കൊണ്ടും ഡിസ്ട്രാക്ഷൻ വരുന്നതൊക്കെ. പക്ഷെ നമ്മള് എപ്പോഴും നമ്മുടെ ഇന്നർ മൈൻഡ് ഉള്ളില് നമ്മളുടെ കൺട്രോളിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും വി ആർ ഓക്കെ. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്ട്രോങ് മൈൻഡ് നമ്മൾ കീപ്പ് ചെയ്യുക, ഇന്നർ മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കുക. സോ പുറമേ ഉള്ളതൊന്നും നമ്മളെ ബാധിക്കുന്നതായിരിക്കില്ല. പിന്നെ നമുക്കൊരു പ്രശ്നമാണ്, എപ്പോഴും എന്ത് ചെയ്യും നമ്മൾ, എന്താ പറയാ, ഈ ഒരു ഓവർ തിങ്കിങ് അല്ലെ, ഈ പ്രശ്നത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ഇന്നർ മൈൻഡ് ഒക്കെ നമ്മൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും സമയമില്ല. നമ്മൾ എന്താണ്, അടുത്തതിന് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ നേടാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പം കുറെ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വരും അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഒരു ജേണിയാണ്. ഈ ജേണിയിൽ എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മൾ നല്ല റോഡിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഇടുങ്ങിയ റോഡിലൂടെ പോകണം അല്ലെ. പല സ്ഥലങ്ങളും നമ്മൾ പല ടാർഗറ്റിലും നമ്മൾ എത്തുമ്പോഴും പല വഴിയിലൂടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ പോയിട്ടില്ലെങ്കിലോ നമ്മൾ ആ ടാർഗറ്റിൽ എത്തൂലാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കും. ആ പ്രയാസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എത്തുന്നത്. അതിന്റെ മുമ്പിൽ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. സോ നമ്മൾ ഇതൊന്നും മൈൻഡിലോട്ട് കയറ്റരുത്. ഓക്കെ, ഇപ്പൊ ഇത് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താ, ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ലൊരു സമയം ഇനി വരാനുണ്ട്. എപ്പോഴും നമ്മൾ അതിനെ പോസിറ്റീവ് മൈൻഡിൽ വെക്കും. ഇപ്പൊ ഈ ഒരു എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളൊരു ടീച്ചറും കൂടെ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. കാരണം ഒരു പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ മുന്നിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, അപ്പൊ അവരോട് ഏത് രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം അല്ലെ, അത് നമ്മൾ പഠിച്ചു. പിന്നെ ഇനി എക്കണോമിക്കൽ ഇഷ്യൂ വന്നാല് ആ ഒരു ലൈഫിൽ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല് എപ്പോഴും നമുക്കതൊരു ലൈഫ് എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ വയ്യ. ഒരു അൺസർട്ടിയാനിറ്റി, ചിലപ്പം നല്ലത് സംഭവിക്കാം, ചിലപ്പം എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളതും സംഭവിക്കാം. അപ്പൊ എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ എപ്പോഴും ഇന്ന തന്നെ നടക്കും, ഞാൻ വിചാരിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ലൈഫ് കൊണ്ടുപോകാന്നുള്ളത് പോസിബിൾ അല്ല. ചിലപ്പോൾ അതിലെന്താണ് മാറ്റങ്ങൾ വരാം. അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് നമ്മളെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മള് എനിക്ക് എന്തൊരു കാര്യത്തിനും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് നിൽക്കാനും കൂടെ നമുക്ക് പറ്റണം. അപ്പൊ നമ്മളറിയും, എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം സമാധാനമായിട്ട് നിൽക്കുക, അതുവരെ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല എൻ്റെ ജോലിയിൽ കുറച്ചും കൂടെ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ല ജോലിക്കാർ വരണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കണ്ടീഷൻ വെക്കും നമ്മൾ അല്ലെ, നമ്മുടെ ഹാപ്പിനെസ്സിന്. അപ്പോൾ മാത്രമേ എനിക്ക് ഹാപ്പിനെസ് ഉള്ളൂ, ഇപ്പൊ എനിക്ക് ഹാപ്പിനെസ് ഇല്ല, അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നമുക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റണം. ഇനി വരാനിരിക്കുന്ന കാലത്ത് ഞാൻ സന്തോഷമായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതിൽ ബെറ്റർ ഇപ്പൊ നമ്മൾ എന്താണോ നമുക്ക് കിട്ടുന്നത് എപ്പോഴും നമ്മളെ പ്രസന്റിൽ നമ്മൾ കാമായിട്ട് നിൽക്കാൻ പറ്റണം. അപ്പം
ഒരിക്കലും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നമ്മൾ മറ്റൊരു സമയത്തിന് വേണ്ടി മാറ്റി വെക്കാനെന്നുള്ളതല്ല. പ്രസന്റ് ലൈഫിൽ നമുക്കത് പീസ്ഫുൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശരിക്കും ഒരു പീസ്ഫുൾ മൈൻഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും മൈൻഡ് പീസ്ഫുൾ ആയിരിക്കും. എനിക്ക് എപ്പോഴും സമാധാനം വേണം. അത് എപ്പോഴും നമ്മൾ ഉറച്ച് തീരുമാനിക്കുക. അതൊരു പിന്നെ ഒരു കാര്യം, ഒരിക്കലും ഒരു സമാധാനം എന്നുള്ളത് എന്തല്ല, നമ്മൾക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് കിട്ടുന്നതല്ല. അതൊരു ഡിസിഷനാ. എന്തേ നടന്നോട്ടെ, ഞാൻ എന്റെ ജോലിയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ചിലപ്പോൾ നമ്മളിപ്പം പുറമേ കാണുന്ന ഒരുപാട് ആളുകൾ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. നമ്മൾ പുറമേ കാണുമ്പോൾ നമുക്ക് തോന്നും, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അവരൊക്കെ എന്തോ ഹാപ്പിനെസ് ആണ്, അവർക്ക് നല്ല ക്യാഷ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ജോബ് ഉണ്ട്, അങ്ങനെ വിചാരിക്കും. പക്ഷെ ഓരോ ആളുകളുടെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോഴാണ് നമ്മളെക്കാളും എത്രയോ വലിയ പ്രശ്നങ്ങളാണ് അവരുടെ മുന്നിലുണ്ട്. അതെന്തല്ല, അപ്പൊ അവരതിനൊക്കെ ഓവർകം ചെയ്തിട്ട് പോകുന്നത് കാണുന്നുണ്ടാവും നമ്മൾ, അല്ലെ? ശരിക്കും നമ്മൾ ചെറിയ എന്തോ ഒരു കാര്യത്തിനായിരിക്കും ഇവിടെ വിഷമിക്കുന്നുണ്ടാവുക, അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിട്ട് കടന്നു പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാല് അവരതൊക്കെ മാറ്റി വെച്ചിട്ട് അവര് ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. സോ എല്ലാവരുടെ മുമ്പിലും ഒരു പ്രശ്നം വരും, അത് വരാത്തൊരാളും ഇല്ല ലൈഫിൽ. അതെന്തായാലും മസ്റ്റ് ആണ്. സോ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് പോവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര കോമഡിയാണ് അല്ലെ, നമ്മളെല്ലാവരും വ്ളോഗിലൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും കേട്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗാണ് ഈ കൊമ്പങ്കാട് കോയ. അതിലുള്ള ആ ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, മെയിൻ ക്യാരക്ടർ. അവര് ശരിക്കും പറഞ്ഞാല് അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ട സമയത്ത് അവരുടെ വീട്ടില് സെറിബ്രൽ പാൾസി ഉള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഇത്രയും ആളുകളെ ചിരിപ്പിക്കുമ്പോൾ അയാളുടെ ഉള്ളെന്തുണ്ട്, കരയുന്നുണ്ട്. പക്ഷെ അതല്ല, അയാളുടെ ഉള്ളിൽ പുറമേക്ക് അയാൾക്ക് പോസിറ്റീവ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാ, അയാളുടെ ഉള്ളില് നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ളത് കൊണ്ടാ. അല്ല അയാൾ എപ്പോഴും എനിക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ, എൻ്റെ ഒരു മോളെ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് അവർക്കൊരു പോസിറ്റീവ് മൈൻഡ് തരാൻ പറ്റില്ല. അപ്പൊ ഏത് സ്ട്രെസ് ഉള്ള സമയത്തും നമ്മളിങ്ങനെ അവരുടെ കോമഡി ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിരിച്ചു പോവാ. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരേ പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് ഭയങ്കര ഹാപ്പിയാണ്, ഇവര് ഒരു പ്രശ്നമില്ലാത്തവരാണ്. പക്ഷെ ഇവര് എത്രയോ വലിയൊരു പ്രശ്നത്തിന്റെ മറവിൽ നിന്നിട്ടാണ് നമ്മൾക്ക് നല്ല പോസിറ്റീവ് മൈൻഡ് തരാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാ? ആ ഒരു അതെന്തായാലും അതിനവർ അംഗീകരിച്ചു. ഇതെന്റെ ലൈഫിൽ പടച്ചോൻ തന്നിട്ടുള്ളതാണ്, അതെനിക്കും എന്തോ നല്ലതിന് വേണ്ടിയാണ് തന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ അവർ പഠിച്ചു. അപ്പൊ അതുപോലെ ഓരോ പ്രശ്നം വരുമ്പോഴും അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇനി നമ്മൾക്ക് എന്താ പറയാ, എപ്പോഴും പീസ്ഫുൾ മൈൻഡ് കീപ്പ് ചെയ്യാന് നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും അതിന്റെ ഫാക്ട് നമ്മൾ മനസ്സിലാക്കാം. അതിന്റെ പിന്നിൽ കുറെ സ്റ്റോറി നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പൊ നമ്മളൊരു എക്സാമിന് നമ്മൾ ഫെയിൽ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വെച്ച് ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ, എങ്ങനെ തുടങ്ങി അതിന്റെ പിന്നാലെ നമ്മൾ കുറെ സ്റ്റോറി ഉണ്ടാക്കും, അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റോറിയെ നമ്മൾ പാടെ ഒഴിവാക്കാം. എന്തായാലും ഫെയിലായി, ഇനി അടുത്ത പരിപാടി നോക്കാം. ഒരിക്കലും അതുകൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഇഫക്റ്റിനെ നമ്മൾ ചിന്തിക്കരുത്. ഇനി ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്കലി നമ്മൾ ബിസിനസ്സിലോ എന്തിനെങ്കിലും നമുക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇനി അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യം ചിന്തിക്കാം. പിന്നെന്ന് പറഞ്ഞാല് എപ്പോഴും നമ്മൾ ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ അതെന്തായാലും കുറച്ച് സമയം ഉണ്ടാവും അതിന്റെ ഒരു എഫക്റ്റ്. അത് കഴിഞ്ഞാൽ അത് വിട്ട് പിന്നെ അത് നമ്മൾ മറന്നുപോയി. പിന്നെ അതിന് നല്ലത് നമ്മുടെ ലൈഫിലോട്ട് വരും. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മളെ മൈൻഡിൽ നിന്ന് ഫോർഗോട്ട് ചെയ്യും. സോ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സമയം നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു പോകും, ഇതിനും നല്ലത് നമുക്ക് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മളെ മൈൻഡിലോട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഒരു പ്രോബ്ലം ഇനി ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഓവർ റിയാക്ട് ചെയ്യേ അല്ലെങ്കിൽ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്ത് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് നമ്മൾ പോയിട്ട് റെസ്പോണ്ട് ചെയ്യരുത്. ആദ്യം നമ്മൾ ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഒക്കെ ചെയ്യുക, എന്നിട്ട് മൈൻഡിനെ കാം ആക്കിയിട്ട് മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ആ ഒരു മൊമെന്റിൽ തന്നെ ചിലപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രശ്നം കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഇഷ്യൂസ് ആക്കാനേ അത് ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മളൊരു പീസ്ഫുൾ മൈൻഡ് കീപ്പ് ചെയ്തതിന് ആദ്യം നമ്മളെ മൈൻഡ് കാം ചെയ്യുക, ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം മാത്രം നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാം.
അപ്പോൾ ഒരു 3 ടൈംസ് സ്ലോ ആയിട്ട് ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് മാത്രം നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ സിറ്റുവേഷൻ മോശമാവത്തേ ഉള്ളൂ. ഓക്കെ. പിന്നെ സോ നമ്മൾ പറഞ്ഞു ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ നേടിയിട്ടുള്ള ഓരോ സക്സസും, ചിലപ്പോൾ നമ്മളൊരു ജോബ്, ആ ഒരു ജോബിൽ നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടെ കുറെ ഇഷ്യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ വേറെ ആളുകൾ വന്നു, അപ്പൊ നമ്മൾ അവിടുന്ന് മാറ്റി നിർത്തി, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ജോബ് നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി നിന്ന പൊസിഷനിൽ നിന്നും കുറച്ചും കൂടെ ഹൈക്ക് നമ്മൾ ലൈഫിൽ വരുന്നത് എപ്പോഴാ, ഇങ്ങനെ ഓരോ പ്രശ്നം വരുമ്പോഴും തന്നെയാണ്. അല്ലെങ്കിൽ ഈ കംഫർട്ട് സോണിൽ നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ രാവിലെ പോകുന്നു, ഓഫീസിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ മറ്റെവിടെയാണെങ്കിലും, മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പൊ നമുക്ക് മണി, നമ്മുടെ എക്കണോമിക്കലി നമുക്ക് കുറച്ചും കൂടെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടെ ഏൺ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നമ്മളിൽ വരണം. അല്ലാണ്ട് എനിക്കിപ്പം പ്രശ്നമായി, എനിക്കിപ്പോ ഈ ജോലി കൊണ്ട് തികയുന്നില്ല, അങ്ങനെ നമ്മളൊരു കംപ്ലൈന്റ് മൈൻഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനേക്കാളും കുറച്ചും കൂടെ ഏൺ ചെയ്യാൻ പറ്റില്ല ജോബ് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മുടെ ഫാമിലി ഇഷ്യൂ ആണെങ്കിലും നമ്മൾ അവരെ കുറച്ചും കൂടെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അപ്പൊ നമ്മുടെ ക്യാരക്ടറിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ ഒരു പ്രോബ്ലം എന്നുള്ളത് നമുക്കൊരു ടീച്ചറായിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കതൊരു ടീച്ചറായിട്ടാണ് നമ്മളെ മുന്നിൽ ഉണ്ടാവേണ്ടത്. പീസ് ഓഫ് മൈൻഡ് അത് നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് പിടിക്കുക. ഞാൻ എപ്പോഴും കാമായിട്ട് തന്നെ നിൽക്കണം. ഇവരാണ് ഈ ഒരു പ്രോബ്ലം, അതിന് നമ്മളൊരു എന്താ പറയാ, ലൈഫിൽ നമുക്ക് കുറെ അഡ്വൈസ് തരുന്ന ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോ ഒരിക്കലും നമ്മളെ ഒരു പ്രോബ്ലം എന്നുള്ളത് എന്തില്ല, നമുക്ക് ഒരു സ്ഥലത്ത് വെച്ചത് അവസാനിക്കൂല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോവാം. ഇനിയിപ്പോ നമ്മളിപ്പോ നല്ല ജോലിയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ പുറകിലോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മളുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് നമ്മൾ പുതിയ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ആ പുതിയ ജോബിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ സാലറി ഉണ്ടാവും, നമ്മുടെ പൊസിഷനിലും മാറി, നമ്മുടെ പോസ്റ്റ് എന്ത് ചെയ്തു കുറച്ചുകൂടെ ഹൈക്കാവും. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് നമുക്ക് ആ ഒരു പ്രശ്നം കൊണ്ടുണ്ടാവും. പക്ഷെ ആ പ്രശ്നത്തെ ആ സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പാത്താണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്തൊരു പ്രോബ്ലം വന്നാലും നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ തളരാൻ പാടില്ല. വി ആർ നമ്മൾ എപ്പോഴും അതിനോട് മുന്നോട്ട് പോകാൻ വേണ്ടത്. അതിന് ഏത് രീതിയിൽ നമ്മൾ അതിനെ പോസിറ്റീവ് മൈൻഡിൽ എടുക്കുക, എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പ്രശ്നത്തിലും ഞാൻ നല്ല പോസിറ്റീവായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണം എന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ മൈൻഡിലോട്ട് കൊടുക്കണം. നമ്മളവിടെ തളരരുത്. ഓക്കെ. സോ നമ്മുടെ പ്രോബ്ലം ഒരിക്കലും നമ്മുടെ സഫറിങ്സ് ആയിട്ട് മാറരുത്. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ ഓവർ തിങ്കിങ്. നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് കുറേ അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മളെ മൈൻഡ് തന്നെ ഇല്ലാണ്ടാക്കും. ആ ഒരു ഓവർ തിങ്കിങ് കാരണമാണ് നമുക്ക് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാന്ന കാര്യത്തിൽ നമുക്ക് പ്രശ്നം വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഓവർ തിങ്കിങ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ മൈ റിയാക്ഷൻ ഡിസൈഡ് മൈ സഫറിങ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സഫറിങ്സ് കാരണമായിരിക്കും നമ്മുടെ റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. സോ പ്രോബ്ലത്തെ നമ്മൾ വളരെ ലാളിത്യത്തോടെ എടുക്കുക, അതിനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഓരോ പ്രോബ്ലം എനിക്കൊരു ടീച്ചറാണ്. ഈ ഒരു പ്രോബ്ലം എൻ്റെ ഡേഞ്ചർ അല്ല, ഞാൻ അതിനെ ഏത് രീതിയിൽ എടുക്കണം, ഞാൻ അതിനെ ഏത് രീതിയിൽ ഓവർകം ചെയ്യണം, അതായിരിക്കണം നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ. അപ്പം എല്ലാവർക്കും എപ്പോഴും നല്ല പീസ്ഫുൾ മൈൻഡ്, ഒരു കാം മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. താങ്ക് യു ടു ആൾ. ഹലോ, എല്ലാവരും പോയോ? ഹലോ. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഹലോ. താങ്ക് യു ഫോർ എ വെരി ഗുഡ് സെഷൻ, വെരി ഗുഡ് റിമൈൻഡർ. പ്രോബ്ലത്തെയൊക്കെ നമ്മൾ ചാലഞ്ചസ് ആയിട്ടൊക്കെ കാണുക, സ്ട്രെങ്ത് ഒക്കെ അതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്കുണ്ടാവും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ
നമ്മളെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ ഒരു പ്രോബ്ലമായിട്ട് കാണാതെ അത് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ അതൊരു സ്ട്രെങ്ത് ആക്കി മാറ്റി അതിനെ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി കാണണമെന്നൊക്കെയുള്ള ഒരു റിമൈൻഡറാണ് നമ്മൾക്ക് തന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള റീൽസും അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പം അവർ കാണുന്നതെല്ലാം നല്ല 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 കാര്യങ്ങളാണ്. എനിക്കിതില്ലല്ലോ എനിക്കതില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോകാതെ അവർ കാണിക്കുന്നതിന്റെ അപ്പുറത്ത് അവർക്ക് എത്രയോ പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അത് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അവർക്കും അവരുടേതായ ലൈഫിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് കുഴപ്പമില്ല. അത് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും നമ്മുടേതായ പ്രോബ്ലങ്ങളെ നന്നായിട്ട് ഒരു ചാലഞ്ച് ആക്കി എടുത്ത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പോസിറ്റീവ്സ്. ദിസ് ടു വിൽ പാസ് ഡെഫിനറ്റ്ലി. ദാറ്റ് ഈസ് എ ഗുഡ് മെസ്സേജ്. തീർച്ചയായിട്ടും അത് ഈ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു റിമൈൻഡർ ആണ് രാവിലെ തന്നെ തന്നത്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് സെഷൻ. കൺഗ്രാറ്റുലേഷൻസ്. ആസിമാൻ പോയോ? അത് താങ്ക് യു മാം. കാണുന്നില്ല, ആളിനെ കാണുന്നില്ല. ഇപ്പൊ കാണാം. ആ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഡെയിലി ഇത് പ്രോബ്ലം നിരന്തരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ, കാരണം അത് എനിക്ക് തോന്നുന്ന ഒരു മൈൻഡിലേക്ക് ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു ടോപ്പിക്ക്, കാരണം നമ്മളൊന്ന് സ്വയം ചിന്തിക്കാനും, നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇപ്പോ നടക്കുന്ന ആളുകളാണ്. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോൾ ചില സന്തോഷത്തോടെ ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ എങ്കിലും ഓരോരുത്തരുടെ ഉള്ളിലും അവരുടെ ഓരോ സ്വന്തമായിട്ടുള്ള ഓരോ പോരാട്ടങ്ങളായിരിക്കും നമ്മൾ കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം, ഒരു പ്രോബ്ലം എന്നുള്ള ചോദ്യം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമാണോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കിടയിലും മനഃശാന്തിയോടെ ജീവിക്കാനാകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പരീക്ഷയിൽ, ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തില്, ജോലിയില്, ആരോഗ്യത്തില്. അപ്പോൾ എവിടെയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടൽ തിരമാലകളില്ലാതെ നമ്മൾ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ്. അപ്പൊ ഒരിക്കലും നടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. കടൽ തിരമാലകൾ അതിനനുസരിച്ച് നീന്താൻ നമ്മൾ പഠിക്കണം. പ്രശ്നം ഒരു വേദന നൽകുന്നത് എപ്പോഴാണ്? ആ പ്രശ്നം ഒരു സത്യമാണ്, എന്റെ ലൈഫിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സംഭവം നമുക്ക് ആ ഒരു സത്യത്തെ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, കാരണം അവിടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു, നമ്മൾ സാധാരണ ആട്രിബ്യൂഷൻ പറയാറില്ലേ. കാരണം അയാൾ കാരണമാണ് എന്റെ ജീവിതത്തെ ബാധിച്ചത്. കാരണം ഡിപ്രസീവ് ആയിട്ടുള്ള ചില ക്ലയന്റുകൾ പറയാറുണ്ട് നമ്മളോട്, അയാൾ കാരണമാണ് എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അയാൾ ആ ഒരു സമയത്ത് ആ ഡിപ്രസീവ് ആയിട്ടുള്ള ക്ലയന്റ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ സമയത്ത് അയാൾ ഒരു ഇമോഷണൽ സ്റ്റേബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് പൂർണ്ണമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു പ്രശ്നം അയാളിലേക്ക് കൊടുക്കുന്നത്. ഭർത്താവ് കാരണം, അല്ലെ കൂടപ്പിറപ്പ് കാരണം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. കാരണം ചിലപ്പോൾ റിയാലിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും ആ ഇമോഷൻ സമയത്ത് അയാൾ അങ്ങനെ കരുതുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഒരു നമ്മുടെ ഒരു പ്രശ്നങ്ങൾ ഒരു ചിന്തകളിൽ മാത്രം ഒതുക്കി ആ ചിന്തകളെ നമ്മൾ നല്ലൊരു ചിന്തകളാക്കി മാറ്റിയിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ മൈൻഡ് പീസ് വളരെയധികം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയൊരു പാഠമാണ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം രണ്ട് വഴികൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്ന് പ്രശ്നത്തിന് ഒന്ന് ഇരട്ടിയാക്കാം, അല്ലെങ്കിൽ മനഃശാന്തി നേടിയിടാം എന്നുള്ളത്. അപ്പൊ ഏതായാലും വേണ്ടിയില്ല, നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ. ഹലോ, നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടാ. എന്തായാലും ഈ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും പറയുമ്പോ തന്നെ കണക്ട് ചെയ്യാൻ പറ്റണതാണല്ലേ. പ്രശ്നങ്ങളില്ലാത്തവരുണ്ടാവില്ല. അപ്പൊ ഞാൻ വായിച്ചൊരു സ്റ്റോറി ഞാനൊന്ന് പെട്ടെന്ന് പറയാട്ടാ. അതായത് ഒരിക്കലൊരു ആളുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അയാൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ
ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ വിചാരിക്കുകയാണ്, അയാൾ നോക്കുമ്പോൾ അയാൾക്ക് ചുറ്റിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചൊക്കെ നടക്കണം. ഇയാൾക്ക് തീരെ ചിരിക്കാൻ പറ്റുന്നില്ല. ഇയാൾ ഓരോ പ്രശ്നങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മാം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെ ഇയാൾ ഒരു ദിവസം ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് എന്താണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ, എന്നെ പോലുള്ള എന്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ ചിരിച്ച് സന്തോഷത്തോടെ ഒക്കെ നടക്കണ്ടല്ലോ, എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെടും. അപ്പൊ ദൈവം ചോദിക്കണം, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ പറയും, എന്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചൊക്കെ നടക്കണം, പക്ഷെ എനിക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ എന്റെ പ്രശ്നങ്ങൾ അവരുടെ ആരുടെങ്കിലും പ്രശ്നങ്ങളായിട്ടൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം പറയണ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ പറയും. അങ്ങനെ ഇയാൾക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ അയാളുടെ എല്ലാ പ്രോബ്ലംസും ഒക്കെ ഒരു ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ബാഗായിട്ട് വന്നേക്കാണ്. ഇയാളെക്കാളും വലിയ ബാഗും പിടിച്ചിട്ടാണ് കുറേ പേരൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ദൈവം പറയും, നിങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് വരാൻ പറയും. എന്നിട്ട് നിങ്ങളുടെ ബാഗ് നിലത്ത് വെക്കാൻ പറയും. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് കയറി എല്ലാവരുടെ ബാഗും നിലത്ത് വെക്കും. അപ്പൊ എന്നിട്ട് ദൈവം പറയും, ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാഗ് ഇതിൽ നിന്ന് എടുത്തോളാൻ പറയും. അപ്പൊ അയാൾ നോക്കുമ്പോ എല്ലാവരും അവരവരുടെ സ്വന്തം ബാഗും ആയിട്ട് പോവാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളല്ലേ, നമ്മള് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. നമ്മളുടെ പ്രശ്നങ്ങൾ വേറെ ആൾക്കാരുടെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും നമുക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവില്ല അല്ലെ. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ആരും പ്രശ്നങ്ങളില്ലാത്തവരൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് പ്രധാനം. താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു മാം. താങ്ക് യു സജന മാം. സോ ഗുഡ് മോർണിംഗ്. പ്രോബ്ലം ഓക്കെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല, ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു മാം നേരത്തെ പറഞ്ഞു, ഒരു ടീച്ചർ അതായിട്ട് നമുക്ക് കാണാൻ പറ്റണം. അതിൽ നിന്ന് നമുക്ക് കുറെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ എടുക്കുന്ന രീതി. അതുപോലെ ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ അനുസരിച്ചിട്ടിരിക്കും. ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ അതിൽ കുടുങ്ങിക്കിടക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്തും വരാം. അപ്പൊ അതിൽ ഏതാണ് വേണ്ടതെന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മളെ കൺട്രോളില് നമുക്കത് കൊണ്ടുവരാൻ പറ്റിയാലാണ് ഈ പറഞ്ഞ സമാധാനത്തിലൊക്കെ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മളെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കിയെങ്കിലാണ് ഇതിലോട്ടൊക്കെ നമുക്ക് എത്താനും പറ്റുള്ളൂ അല്ലെ. താങ്ക് യു മാം, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. നമ്മൾ ഈ പ്രശ്നത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ പ്രശ്നത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ വഴിക്കൂടെ ജീവിച്ചു പോവാ. അതതിന്റെ വഴിക്കവിടെ നടക്കട്ടെ, ആ ഒരു മൈൻഡിൽ കൊടുക്കുക. ഹലോ, ഗുഡ് Yeah. മോർണിംഗ് മാം. മോർണിംഗ്. ലൈഫ് ഈസ് ആൻ എക്സാം. അതായത് നമ്മുടെ ജീവിതം ഒരു പരീക്ഷയായിട്ട് നമുക്ക് എടുക്കാം, ഒരു എക്സാം ആയിട്ട് എടുക്കാം. അതില് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക. ഞാൻ ഒരു ക്വസ്റ്റ്യനേ തരുന്നുള്ളൂ, ഒരു അസൈൻമെന്റോ എന്തോ ആയിക്കോട്ടെ. ആ സെയിം ക്വസ്റ്റ്യൻ ഒരു 10 പേർക്ക് കൊടുക്കുക എഴുതാൻ. ആ 10 പേരും ഒരേ ആൻസർ ആണോ എഴുതുന്നത്? അല്ല. ഈ ഒരു പ്രോബ്ലത്തിന് 10 പേരും 10 രീതിയിലായിരിക്കും ആൻസർ എഴുതുക. എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തില് പ്രോബ്ലംസ് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഈച്ച് പ്രോബ്ലംസ് ആർ എ ടേണിംഗ് പോയിന്റ്. മാം പറഞ്ഞതുപോലെ നമ്മൾ ഓരോന്ന് പഠിക്കും. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ഡാർക്ക് റൂമിൽ അടച്ചിട്ടെന്നിരിക്കട്ടെ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഒരു ഡാർക്ക് റൂമിൽ ഒരാൾ അടച്ചിടുന്നു, നമ്മളതിൽ പെട്ടുപോയെന്ന് പറയാം. നമ്മൾ എന്താ ചെയ്യാം?
എന്തും ചെയ്യാം അല്ലേ? വേണേ അതിനകത്ത് കിടന്ന് ഷൗട്ട് ചെയ്യാം, കരയാം, ഹെൽപ്പിന് വേണ്ടി നമുക്ക് വിളിക്കാം, ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇതിനേക്കാളൊക്കെ നമുക്ക് വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത്, ഹൗ ക്യാൻ ഐ എസ്കേപ്പ് ഫ്രം ഹിയർ? അവിടെ നമ്മുടെ തിങ്കിങ് സ്കില്ല് വർക്ക്ഔട്ട് ആവുക. എനിക്ക് എങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തു പോകും? എന്തായാലും എനിക്ക് പുറത്തു പോയേ പറ്റൂ. തിരിച്ചും ചിന്തിക്കാം, ഇവിടെ കിടക്കുന്നെങ്കിൽ ഇവിടെ കിടന്നോട്ട്, ഇവിടെ കിടന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓക്സിജൻ ഒന്നും കിട്ടാതെ ചിലപ്പോൾ ഞാൻ ടയർഡാവും, ഞാൻ മരിച്ചു പോകും. അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ അവിടെ നമ്മുടെ ചിന്തകൾക്കാണ് പ്രാധാന്യം വരുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയായാലും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കണം? എങ്ങനെ പുറത്തു പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും പ്രോബ്ലം 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 എന്ന് പറഞ്ഞ് പ്രോബ്ലത്തിന്റെ പുറകെ മാത്രം പോകാതെ സൊല്യൂഷൻ ഫോക്കസ്ഡും കൂടെ ആയിരിക്കണം. എന്താണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഈ മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലല്ല. ലൈഫിൽ ഇത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. കാര്യം ഇതിപ്പം പറയാൻ എളുപ്പമാണ്, ആപ്ലിക്കബിൾ ആക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് അവരവർക്ക് വലുതാണ്, അല്ലേ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. മാമിന്റെ സെഷൻ വളരെ നല്ലതായിരുന്നു, തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. അതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ മാം, ലെറ്റ്സ് ട്രൈ ടുഗെദർ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Good morning, ma'am. Good morning. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു മാം സംസാരിച്ചില്ലേ, ബെസി മാം, അത് കറക്റ്റ് പോയിന്റ് ആണ്. ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോഴേ, ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിസന്ധികൾ എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ യഥാർത്ഥ ബുദ്ധിയും അറിവും അതുപോലെ നമ്മളെ സ്ട്രെങ്ത് ഒക്കെ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം. ആ സമയത്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ പുറത്തേക്ക് എടുക്കുക. അതുവരെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇത് ശരിക്ക് ഈ പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പഠിക്കുള്ളൂ. ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോ പാഠങ്ങള്. അപ്പൊ അങ്ങനെയാണ് ഓരോ മനുഷ്യനും ശക്തിയാകുന്നതും ഇതിനെ കുറിച്ചിട്ട് ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ഇന്ന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇതെല്ലാം ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോ പ്രതിസന്ധികൾ അനുഗ്രഹമായിട്ട് കാണുക, അതിനെ മാക്സിമം നല്ല രീതിയിൽ ബുദ്ധിപരമായി ഓവർകം ചെയ്യുക. താങ്ക് യു മാം, വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു അബ്ബാസ് സാർ, താങ്ക് യു. സാർ പറഞ്ഞ പോലെ തന്നെയാണ്, ഓരോ പ്രശ്നം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതുവരെ നമ്മളിങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ ഓവർകം ചെയ്യണം, നമ്മുടെ ഉള്ളിലെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തോട്ട് വരാം. അതാണ് ശരിക്കും നമ്മുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത്. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു രാവിലെ. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അതുപോലെ തന്നെ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന ചിന്താഗതിയാണല്ലോ ഈ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാകത്തുമില്ല. അവർക്ക് ഏത് രീതിയിലുള്ള പരാജയം വന്നാലും അതിൽ നിന്ന് തന്നെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് പുതിയ വഴികളിലൂടെ മുന്നേറി വിജയം വരിക്കാനുള്ള വളരെ നല്ല ഒരു ഉൾപ്രേരണ അതിൽ നിന്ന് തന്നെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നു. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ ഒരു കളക്ടറായിട്ട് മാറും.
പക്ഷെ അവിടെ ആ കളക്ടർ എന്ന് പറയുന്ന അത് ആ കളക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ ആ വ്യക്തി ചിന്തിക്കേണ്ടത്, ഞാൻ MBBS പല പ്രാവശ്യം എഴുതിയപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയി. പക്ഷെ അതവിടെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇരിക്കാതെ ആ വ്യക്തി തന്റെ ഫോക്കസ് മാറ്റി ചിന്തിച്ച് ഈ IAS എക്സാം എഴുതി കളക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അപ്പോൾ ചിന്തിക്കേണ്ടത്, ഞാൻ പരാജിതനായി, എനിക്ക് ഡോക്ടർ പോസ്റ്റ് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ, ഞാനിപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ മാത്രമാണ് എനിക്ക് കളക്ടറായിട്ട് ചാർജ് എടുക്കാൻ പറ്റിയത്. അപ്പൊ അതാണല്ലോ ഒരു ഞങ്ങളുടെ പോസിറ്റീവ് കോർഡിനേറ്റർ തിങ്കിങ്ങിന്റെ പവർ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ മാം? ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ടു എല്ലാവർക്കും. നല്ല താങ്ക് യു. Okay, thank you very much. Wishing everybody a very good day. താങ്ക് യു താങ്ക് യു മാം.